ലാ യുഷാറു ഇലൈഹി ബിൽ അസ്വാബി', ജനങ്ങളിൽ അറിയപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിച്ചു ജീവിക്കുന്നവരാണ്. ആരും വിരൽ ചൂണ്ടി പറയുകയില്ല, ആരും അവരെ വിരൽ ചൂണ്ടുകയില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പ്രശസ്തി ആഗ്രഹിക്കുന്നവരല്ല അവർ. വകാന ഐഷുഹു കഫാഫാ, ജീവിക്കാൻ ആവശ്യമായതേ അവരുടെ കയ്യിലുണ്ടാവൂ. വസ്വബറ അലാ ദാലിക്, അതിൽ വന്നു പോകുന്ന കഷ്ടപ്പാടുകളെ ക്ഷമിക്കുന്നവരാണ്. فعجلت منيته وقلت بواكيه وقل تراثه. فعجلت منيته, അവരുടെ മരണം അവർക്ക് ആസന്നമാകുമ്പോൾ വഖല്ലത് ബവാകി, അവരുടെ മരണത്തിന് വേണ്ടി കരയാൻ ആളുകൾ കുറവ്. വഖല്ല തുറാസുഹു, അനന്തരമെടുക്കാൻ അനന്തര സ്വത്തുമില്ല. ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹു അറിയപ്പെടാത്തവരായി നിലനിർത്തുന്നവരുണ്ട്, അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ട്. അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് അള്ളാഹു ശുഹറത്ത് നൽകി കഴിഞ്ഞാൽ തിൽക ആജിലു ബുശ്റൽ ആഖിറ, പരലോകത്ത് അള്ളാഹു നൽകുന്ന സന്തോഷത്തിൽ ഈ ദുന്യാവിൽ അള്ളാഹു ആദ്യം കൊടുക്കുന്ന ആ സന്തോഷത്തിന്റെ ഒരു പാതി തന്നെയാണ് ഈ ലോകത്ത് ലഭിക്കുന്ന ശുഹറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിനെ തന്നെ എടുത്തേക്കണം. റസൂലുള്ളാഹി തങ്ങൾ മഷ്ഹൂറല്ലയോ, തങ്ങൾ അറിയപ്പെട്ടവരല്ലേ? തങ്ങൾ അറിയാത്തവർ ആരാ ഉള്ളത്? പക്ഷേ തങ്ങൾ അറിയപ്പെടണം എന്ന് കൊതിച്ചവരല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. പക്ഷെ അവർ ഫേമസ് ആയിരിക്കും, ആളുകൾ അറിയും, അതിന് വിരോധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പള്ളിയിൽ ആരാരുമില്ലാത്ത നേരത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചിട്ടില്ല. ളുഹർ, സൂര്യൻ ഉദിച്ച് ളുഹറിന്റെ മുമ്പുള്ള സമയം, അധികം ആളുകളും ജോലി തിരക്കിലോടുന്ന സമയത്ത് നബിയെ, ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ നിസ്കാരം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പള്ളിയിലേക്ക് വന്നു. ഞാൻ നിസ്കരിക്കുന്നത് അവരെ കാണുകയും ചെയ്തു. അവര് കണ്ടു എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി. നബിയെ, ആ സന്തോഷം കൊണ്ട് എൻ്റെ നിസ്കാരം എനിക്ക് നഷ്ടമാകുമോ? ആ സന്തോഷം റിയായിൽ പെട്ടുപോകുമോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വരുമോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചിട്ടുണ്ട്. നബിയെ, ഞാൻ ചെയ്തത് ആളുകൾ അറിയാനല്ല, പക്ഷേ എൻ്റെ നിസ്കാരം അവര് കണ്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നുപോയി. അതിന് കുഴപ്പമുണ്ടോ നബിയെ? തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു? നബിയെ, ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ആ ആളുകൾ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നിയത് ശരി തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, തിൽക ആജിലുൽ ബുശ്റാ, അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന സന്തോഷത്തിന്റെ ഒരംശം ഇവിടെ തന്നതാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹു നിങ്ങൾക്ക് രഹസ്യമായി അമല് ചെയ്തതിന്റെ കൂലിയും ഒരു അമല് പരസ്യമാക്കിയതിന്റെ കൂലിയും 2 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു. ആരാരും അറിയാത്ത ഒരു നേരത്ത് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സിറായ അമലാണ്. ആ സിറ് രഹസ്യമാക്കി വെച്ചതിന് കൂലിയുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ 4 ആള് അത് വന്ന് കാണാനിടയായത്, നിങ്ങളെപ്പോലെയുള്ള ഒരാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ കാണുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ അത് പ്രചോദനമാണ്. അതുകൊണ്ട് ഒരു അമല് പരസ്യമായി ചെയ്തതിന്റെ കൂലിയും രഹസ്യമായി ചെയ്തതിന്റെ കൂലിയും 2 പ്രതിഫലം നിങ്ങൾക്കുണ്ട് അബൂ ഹുറൈറ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഇത് എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം ആളുകൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുന്നത് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, എൻ്റെ ഒപ്പം കൂടണേ. അതൊന്നും വേണ്ട, നിങ്ങൾ തുടങ്ങിക്കോ, അള്ളാഹുവിന് വേണ്ടി തുടങ്ങിക്കോ. ഒരു ദഅവത്ത് ചെയ്യാൻ, ഒരു നല്ല കാര്യം അറിയിച്ചു കൊടുക്കുക. കൂടുന്നല്ലോ കൂടിക്കോട്ടെ, ഒഴിഞ്ഞു പോകണല്ലോ ഒഴിഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് പടച്ചവന് വേണ്ടി ചെയ്യാൻ. എന്തായി പോവരുത്. ഫെയിം ഇതൊരു വലിയ അപകടമാണ്. ഇപ്പം നമ്മൾ ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും ഒക്കെ കണ്ടുവരുന്ന വലിയൊരു ഡേഞ്ചറാണത്.
എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കോളം നോക്കിയിരിക്കുക എത്ര ലൈക്കായി എത്ര ഷെയറായി എന്ന്. അതിന് ഉറക്കില്ല. നേരം വെളുക്കോളം എൻ്റെ പോസ്റ്റിന് ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ തുറന്നു നോക്കി. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ, സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി. അതൊരു അസുഖമാണ്, ഇതൊരു അസുഖമാണ്. ഇത് ഫെയിമിൻ്റെ അസുഖം എന്നതിന് പറയാം, ഫേമസ് ആവാനുള്ള അസുഖം. ഞാൻ അറിയപ്പെടണം, എൻ്റേതെല്ലാവരും കാണണം, എൻ്റേതെല്ലാവരും കേൾക്കണം. ഇതൊരു വലിയ അസുഖമാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരില്ല, റബ്ബേ ഞാൻ ഇക്കണക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ സ്റ്റാറ്റസ് ഓള് നോക്കിയില്ലല്ലോ, അപ്പോൾ ഓളിൻ്റെ ശത്രു എന്നെ ഉറപ്പിച്ചു. ഇതൊരു അസുഖമാണ്. ഓരോരുത്തരും അവനവൻ്റേത് ആളുകൾ ഇഷ്ടപ്പെടണം, എൻ്റെ അഭിപ്രായം ആളുകൾ സ്വീകരിക്കണം, എൻ്റെ അഭിപ്രായം ആളുകൾ അംഗീകരിക്കണം എന്ന് ഒരു മനുഷ്യന് തോന്നിത്തുടങ്ങിയാൽ ഫബത്തുനുൽ അർളി ഖൈറും മിൻ ളുഹ്രിഹാ, ഭൂമിൻ്റെ മുകളിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയി മരിച്ചടക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്നത് ശരീഅത്തിന് സമമായിരിക്കണം, ശരീഅത്തിന് അനുചിതമായിരിക്കണം. അല്ലാഹും റസൂലും ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്, അല്ലാഹു റസൂലും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയെങ്കിൽ ചെയ്യാം. അത് ആര് പുകഴ്ത്തിയാലും കുഴപ്പമില്ല, ഇകഴ്ത്തിയാലും കുഴപ്പമില്ല. അങ്ങനെയല്ലേ അമ്പിയാക്കന്മാർക്കൊക്കെ എത്രയൊക്കെ പരിഹാസങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തായിരിക്കും അമ്പിയാക്കന്മാർക്കൊക്കെ വരുന്ന തെറിവിളികൾ? അന്ന് അതൊന്നും ഇല്ലല്ലോ, ആളുകളുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളേ ഉള്ളൂ. ഇന്ന് പോസ്റ്ററായിട്ടും അല്ലാതെയായിട്ടും പല നിലക്കും വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് മേക്കിട്ട് കയറുകയാണ്. അമ്പിയാക്കന്മാർക്ക് അതിലപ്പുറം അവർ സഹിച്ചു. അവർ ചെയ്തതോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എതിർപ്പുകൾ ഉണ്ടായില്ലേ? അത് ഹക്കിന്റെ ഒരു രീതി, അതാണ് ഹിദായത്തിന്റെ ഒരു രീതി, അത് തന്നെയാണ്. എപ്പോഴും ദ്വലാലത്തിന്റെ ശക്തികൾ ഹിദായത്തിനെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവിടെ പ്രശസ്തിയും കുഴപ്പമില്ല, നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ലെവലെത്തണം. വല്ല ഏതെങ്കിലും വല്ല ഗ്രൂപ്പോ വല്ല യൂട്യൂബ് അക്കൗണ്ടുകളോ ഫേസ്ബുക്ക് പേജുകളോ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നല്ല നിയ്യത്തോടുകൂടെ തുടങ്ങിക്കോളും, അതേ ഉണ്ടാവുള്ളൂ. മാ ഖലസ്വലില്ലാ, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ത് ചെയ്തോ അത് മാത്രമേ നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാനുണ്ടാവൂ. അല്ലാത്തത് ദുന്യാവോടുകൂടെ നശിച്ചു പോകാൻ ഒരിക്കലും ബാക്കിയാവില്ല. അതിനെ സംബന്ധിച്ച് ഒരിക്കലും പരിതപിക്കരുത്. ചെയ്യുന്നത് ലില്ലാഹ്, അല്ലാഹു തആലക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ ഔലിയാഇന്റെ സ്വഭാവം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ വാതിൽക്കൽ മഹാനവറുകൾ ഖലീഫയായിരിക്കുന്ന സമയം ഒരു കൂട്ടം ആളുകൾ മഹാന്റെ വാതിൽക്കൽ വന്നിരിക്കുകയാണ്. മഹാനവറുകളുടെ സന്തത സഹചാരിയായിരുന്ന ഖൻബർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, യാ ഖൻബറു മൻ ഹൗലാ, ഖൻബറേ ആരാണ് എന്റെ വാതിൽക്കൽ വന്ന ആളുകളൊന്ന് നോക്കേണമേ. മഹാനവറുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഹൗലാഇ ശിഅതുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഇത് നിങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ ആളുകളാണ്. ശിഅതു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഷിആക്കൾ എന്നറിയപ്പെടുന്നത്. പക്ഷെ അവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളല്ല. പക്ഷെ അവര് അങ്ങനെ അങ്ങ് വാദിച്ചു, ഞങ്ങളാണ് അലി തങ്ങളുടെ ആളുകളെന്ന്. അലി റളിയല്ലാഹു അൻഹു ആരാണ് അവരെന്ന് ചോദിച്ചപ്പോ ഖംബർ എന്നവർ പറഞ്ഞു, അവര് നിങ്ങളുടെ ആളുകളാണ്. ശിഅതുക, നിങ്ങളുടെ ആളുകളാണ്. വമാ ലിയ ലാ അറാ ഫീഹിം സീമാ അശ്ശിഅ, എന്റെ ആളുകളുടെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ലല്ലോ. വമാ സീമാ ഉശ്ശിഅ, അങ്ങയുടെ ആളുകളുടെ അടയാളം എന്താണ് അലിയാരെ എന്ന് മഹാനായ ഖംബർ എന്നവർ ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുംസുൽ ബുതൂനി മിനത് തവാ യുബ്സുശ് ശിഫാഹി മിനൽ ലമാ ഉംസുൽ ഉയൂനി മിനൽ ബുകാ. മൂന്നടയാളങ്ങളാണ് എൻ്റെ ആളുകൾക്ക് വേണ്ടത്. ഖുംസുൽ ബുതൂനി മിനത് തവാ, ഭക്ഷണം വളരെ കുറച്ചു കഴിക്കുന്നവർ, വയറൊട്ടിയവർ.
ഖുംസുൽ ബുതൂനി മിനത്വവാ, അവരുടെ വയറ് ഒട്ടി നിൽക്കുന്നതാണ്. യുബ്സുശ്ശിഫാഹി മിനല്ലമാ, ദാഹിച്ച് ദാഹിച്ച് ചുണ്ടുകൾ വരണ്ടവരാണവർ. ഉംസുൽ ഉയൂനി മിനൽ ബുകാ, കരഞ്ഞുകൊണ്ട് കണ്ണുകൾ കലങ്ങിയവരാണ്. കണ്ണുകളിലോ ചുണ്ടുകളിലോ അവരുടെ ശരീരത്തിലോ എൻ്റെ ആളുകളുടെ സ്വഭാവം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വരികൾക്ക് ഉലമാ കൊടുക്കുന്ന മറുപടിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫശിഅതു അലി റളിയല്ലാഹു അൻഹും ഹും ഔലിയാഉല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അടയാളമാണ് അലി റളിയല്ലാഹു അൻഹു എന്നല്ലാതെ എൻ്റെ ആളുകളാണെന്ന് വാദിക്കുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നോമ്പെടുത്ത് ചുണ്ടുകൾ ഉണങ്ങുന്നവർ, നോമ്പെടുത്ത് വിശപ്പ് സഹിക്കുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരയുന്നവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അള്ളാഹുവിന്റെ തണലല്ലാതെ യാതൊരു തണലുമില്ലാത്ത നാളത്തെ അന്ത്യനാളിൽ അള്ളാഹു തണൽ വിരിച്ചു കൊടുക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാളത് ബിഹി ഐനാഹു ഖൗഫൻ കാലി, ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, ഒറ്റയ്ക്ക് മുസല്ല വിരിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, ആ കരച്ചിലിന്റെ കണ്ണുനീർ നാളെ പരലോകത്ത് അല്ലാഹു തണൽ വിരിക്കാൻ കാരണമാണ്. 7 വിഭാഗം പറഞ്ഞവരിൽ ഇമാമുൻ അദ്ലുൻ, നീതിമാനായ ഭരണാധികാരി, ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, ചെറുപ്പത്തിലെ ഇബാദത്ത് ചെയ്ത് വളർന്ന ഒരു മനുഷ്യൻ, വമൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ മസ്ജിദുമായ ഖൽബിന് ബന്ധമുള്ള ആളുകൾ, റജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന 2 ആളുകൾ. പിന്നെ പറഞ്ഞു, സുമുഖിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഹറാമിലേക്ക് വിളിച്ചപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു ചെറുപ്പക്കാരൻ. 6ാമത്തേത് അല്ലാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർക്കുകയും കരയുകയും ചെയ്തവർ. 7ാമത്തെ വിഭാഗം ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് സ്വതക്ക കൊടുത്തവർ, ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ താൻ ചെയ്യുന്ന ദാനം ആർക്ക് എത്ര കൊടുത്തു എന്ന് ഒരാളും അറിയാതെ ചെയ്ത ദാനം, അത്തരം ദാനം ചെയ്തവർ, ഒറ്റക്കിരുന്ന് കരഞ്ഞവർ, പടച്ചതമ്പുരാന് വേണ്ടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വ്യഭിചാരത്തിന് പിന്മാറുന്നവർ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അള്ളാഹിന്റെ ഇബാദത്തിലായി ജീവിക്കുന്ന ആളുകൾ, പള്ളിയുമായി മനസ്സ് ബന്ധിക്കുന്നവർ, നീതിമാനായ ഭരണാധികാരി. 7 വിഭാഗങ്ങളെയാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമുക്ക് നേടാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് കരയുന്നവർ എന്ന വിഭാഗമാണ്. വമൻ ഫാളത് ഐനുഹു മിൻ ഖശിയത്തില്ലാഹ്, ഒറ്റക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അടയാളമാണ്. ഖൽബ് കൊണ്ടവർ അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ്. യാ ദാവൂദ്, ദാവൂദ് നബിയെ, അല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് വഹി കൊടുത്തത്രേ, ഇന്നമാ യക്ഫി ഔലിയാഇ അൽ-യസീറു മിനൽ അമൽ, എൻ്റെ ഔലിയാക്കന്മാർക്ക് കുറച്ച് അമൽ മതി. കമാ യക്ഫി തുആമുൽ ഖലീലു മിനൽ മിൽഹ്, കമാ യക്ഫി തുആമ അൽ ഖലീലു മിനൽ മിൽഹ്, ഭക്ഷണത്തിന് കുറച്ച് ഉപ്പ് മതി എന്നതുപോലെ. ഭക്ഷണത്തിന് കുറച്ചുപ്പല്ലേ ഇടുന്നുള്ളൂ, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിക്ക് അനുചിതമായി ഇടുന്നില്ലല്ലോ. എന്ന പോലെ എൻ്റെ ഔലിയാക്കന്മാർക്ക് കുറച്ച് അമല് മതി എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു വഹി ചെയ്തു എന്ന് മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ പറഞ്ഞതിനർത്ഥം അവരുടെ ഫർളുകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖൽബ് കൊണ്ടുള്ള ഇബാദത്തിൽ അവർ മുഴുകുകയാണ്. പ്രത്യക്ഷത്തിൽ ആളുകളുടെ കാഴ്ചയിൽ അവർക്ക് അമല് കുറവായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാഇന്റെ ലെവലിലേക്ക് അവർക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ ഫർളുകൾ നിർബന്ധമായും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാ, ഒരു സംശയവുമില്ല. പക്ഷേ ബാക്കി അവരുടെ അമലുകളിൽ ബഹുഭൂരിഭാഗം ഖൽബിയായ അമലുകളായിരിക്കുന്നതാണ്. അത്തരം ആളുകളുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ.
ഇന്ന ഔലിയാ അല്ലാഹ് അർളാ അനില്ലാഹി മിൻ അൻ യസ്അലൂഹു യൻഖുലുഹും മിൻ ഹാലത്തിൻ ഇലാ ഹാല ഹത്താ യകൂന ഹുവല്ലദീ യൻഖുലുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് പടച്ചവനെ നീ എന്തെങ്കിലും തരേണമേ എന്ന് ചോദിക്കാൻ അവർക്ക് നാണമാണത്രേ. ദുന്യാവിന്റെ വിഷയത്തിൽ പടച്ചവൻ എൻ്റെ കുട്ടികളെ കെട്ടിച്ചേരണം, അള്ളാഹു എനിക്ക് വീട് വേണം, പടച്ചവന് എനിക്ക് പൈസ ഇല്ല, എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനൊന്നും ഇല്ല പടച്ചവനെ എന്ന് ചോദിക്കാൻ അവർക്ക് മടിയാണ്. അവർ അള്ളാഹുവിനെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചതുപോലെ നടക്കട്ടെ, അള്ളാഹുവിന്റെ തീരുമാനം എന്തോ അത് നടക്കട്ടെ. എന്നിട്ട് പടച്ചതമ്പുരാനായിട്ട് അവരെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. ഹത്താ യകൂന ഹുവല്ലദീ യൻഖുലുഹും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ മുഹമ്മദ് ഇബ്നു ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു സംഭവം പറയുന്നുണ്ട്. റാബിഅത്തുൽ അദവിയ്യ ബീവിയെ കുറച്ചാളുകൾ ചെന്ന് കാണാൻ ചെല്ലുകയാണ്. റാബിഅത്തുൽ അദവിയ്യ ബീവി ആബിദത്തായ മഹദിയാണ്, കറാമത്തുകൾ കാണിച്ച മഹദിയാണ്, ഒരുപാട് ആലിമീങ്ങൾ ഇൽമ പഠിച്ച മഹദിയാണ് റാബിഅത്തുൽ അദവിയ്യ ബീവി. ഫലസ്തീനിലാണ് അവരുടെ മഖാമുള്ളത്. അവരെ റാബിഅത്തുൽ അദവിയ്യ ബീവിന്റെ അടുത്ത് ഒരു ആബിദിന്റെ കഥ പറയാണ്. ബനു ഇസ്രായേൽ കഴിഞ്ഞു പോയ ഒരു ആബിദിന്റെ കഥ പറയാണ്. അന്ന ആബിദൻ മിൻ ബനി ഇസ്രായേൽ യൻസിലു മിൻ മുതഅബ്ബദിഹി ഫീ കുല്ലി സന. എല്ലാ വർഷവും അയാൾ ഇബാദത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ മഠം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒരു ടെന്റ്, അവിടെ നിന്ന് എല്ലാ വർഷവും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരും. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയിടുന്ന വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ആ മസ്ബലയിൽ അദ്ദേഹം എത്തും, അതായത് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലം. അങ്ങനെ രാജാവിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ഭക്ഷണത്തിന്റെ റൊട്ടി കഷ്ണങ്ങളുടെ ഓരോരോ കഷ്ണങ്ങൾ ഇയാളിങ്ങനെ പെറുക്കിയെടുക്കും. അങ്ങനെ ഒരു വർഷത്തേക്ക് പിന്നെ തിരിച്ചു വരില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന ചരിത്രം റാബിഅത്തുൽ അദവിയ്യ ബീവിയുടെ മജ്ലിസിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാള് അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തേ ഈ മനുഷ്യന് അള്ളാഹ് ഇത്ര ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദാണ് അല്ലേ ഇദ്ദേഹം? ആ മനുഷ്യന് ഇങ്ങനെ രാജാവിന്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം പൊറുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വമാ അലാ ഹാദാ ഇദ് കാന ലഹു ഹാദിഹിൽ മൻസില അൻ യസ്അല അല്ലാഹ് അൻ യജ്അല റിസ്ഖഹു മിൻ ഗൈരി ഹാദാ. ഇത്രയും വലിയ മഹത്വം അല്ലാഹ് കൊടുത്തൊരു അള്ളാഹിന്റെ വലിയാണെങ്കിൽ പടച്ചോനെ എനിക്ക് ഭക്ഷണം വേണേ, എനിക്ക് ഭക്ഷണം തരയണമേ എന്ന് അള്ളാഹിനോട് അങ്ങ് ചോദിച്ചാ പോരെ? എന്തിനാണ് ഈ രാജാവിന്റെ കുപ്പത്തൊട്ടിയിൽ വന്ന് ഭക്ഷണം വാരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഇദ്ദേഹത്തിന് എന്ന് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. റാബിഅത്തുൽ അദവിയ്യ ബീവി റളിയല്ലാഹു അൻഹ അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: യാ ഹാദാ, ഏ മനുഷ്യ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ഇദാ ഖുദിയ ലഹും ഖളാഉൻ ലം യസ്ഖതു, അവർക്ക് അല്ലാഹു ഒരു ഖളാ വിധിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും അല്ലാഹുവിനോട് ദേഷ്യപ്പെടുകയില്ല. പടച്ച തമ്പുരാൻ ഒരുപക്ഷെ അവരുടെ ഭക്ഷണവും വെള്ളവും സൗകര്യവും അല്ലാഹ് ഞെരുക്കി കൊടുക്കും. ആ ഞെരുക്കുന്നത് അള്ളാഹുവിന്റെ ഖളാ ആണ്. ആ ഖളായിൽ അവർക്ക് അള്ളാഹുവിനോട് ഒരു ദേഷ്യവും തോന്നൂല. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം തോന്നിയെങ്കിലല്ലേ ചോദിക്കുള്ളൂ. അവർക്ക് മാറ്റം വേണമെന്ന് പോലും അവർ ചിന്തിക്കില്ല. അങ്ങനെ ഔലിയാക്കന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ ബീവി റളിയല്ലാഹു അൻഹ. അവർക്ക് ചോദിച്ചാൽ മതി, അള്ളാഹ് കൊടുത്തേക്കും. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു ചില ഭക്ഷണം ഇറക്കി കൊടുത്തില്ലേ? യാ മറിയമു അന്നാ ലകി ഹാദാ. എപ്പോഴാ? 14-15 വയസ്സുള്ള അല്ലെങ്കിൽ അതിലും താഴെ പ്രായമുണ്ടായിരുന്ന മഹദി മറിയം റളിയല്ലാഹു അൻഹ 13-14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അള്ളാഹുവിന്റെ വലിയായി മാറി. അതല്ലേ മറിയം ബീവിയുടെ ചരിത്രം. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു തആല ഭക്ഷണം കൊടുത്തു. എവിടെ? മെഹ്റാബ് മറിയം ബീവിയുടെ റൂമുണ്ട് അവിടെ. മസ്ജിദുൽ അഖ്സയുടെ പഴയ അഖ്സ പള്ളിയുടെ ആ കെട്ടിനുള്ളിൽ ചെന്ന് കാണാൻ പറ്റും. അള്ളാഹു അഖ്സയെ ഈ ഉമ്മത്തിന്റെ കൈകളിലേക്ക് അള്ളാഹു നൽകട്ടെ. ആ നാടിനെ അള്ളാഹു സുരക്ഷിതമാക്കട്ടെ. അവിടുത്തെ നമ്മുടെ സഹോദര സഹോദരിമാർക്ക്, പിഞ്ചുമക്കൾക്ക് അള്ളാഹുവേ ഹിഫ്ളക യാ റബ്ബ്, നസ്റക യാ റബ്ബ്,
അല്ലാഹുമ്മ നസ്റക് അല്ലാഹുമ്മ നസ്റക് അല്ലാഹുമ്മ നസ്റക്. റബ്ബേ നീ തുണയാകണേ റബ്ബേ, നീ സഹായിക്കണേ പടച്ചവനെ, ളാലിമീങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ, ളാലിമീങ്ങളെ നീ തറപറ്റിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് അന്നാ ലക്കി ഹാദാ. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത്, മറിയമേ നിങ്ങൾക്ക് എവിടുന്നാ ഈ പഴവർഗ്ഗങ്ങളൊക്കെ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനല്ലയോ അല്ലാഹു. അല്ലാഹു എനിക്ക് തന്നതാണ് സക്കരിയ നബിയെ. ഹുനാലിക ദഅ സക്കരിയ, അതെയോ കാരണമില്ലാതെ സബബുകളില്ലാതെ മുസബ്ബബിനെ ഉണ്ടാക്കുന്ന റബ്ബേ, പഴവർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരാൾ വഴിയില്ലാതെ, ആ പഴവർഗ്ഗം ഫലസ്തീനിൽ കായ്ക്കാതെ, ഒരു കച്ചവടക്കാരനും വിൽക്കാതെ, ആരിൽ നിന്നും വാങ്ങിക്കാതെ മറിയം ബീവിയുടെ റൂമിലേക്ക് അല്ലാഹുവേ നിനക്ക് ഭക്ഷണം നീയായിട്ട് ഇറക്കി കൊടുക്കാൻ കഴിയുന്നവനല്ലയോ റബ്ബേ. എന്നാൽ 90 കഴിഞ്ഞ ഞാൻ ഒരു കുഞ്ഞെനിക്കുണ്ടായിട്ടില്ല. അല്ലാഹുവേ കുഞ്ഞുണ്ടാകണമെങ്കിൽ ആരോഗ്യം വേണം. ഞാൻ ചെറുപ്പക്കാരനല്ല, എൻ്റെ ഭാര്യ പ്രസവിച്ചവളുമല്ല. അവളും ഞാനും പ്രായമായി നരച്ച് എല്ലുകൾ പോലും ദുർബലമാണ്. എന്നാലും റബ്ബേ കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ നിനക്ക് കഴിയുമല്ലോ. മറിയം ബീവിക്ക് നീ ഭക്ഷണം കൊടുത്തില്ലേ? ഹുനാലിക, അത് കണ്ടപ്പോ അവിടെ വെച്ചാണ് സക്കരിയ നബി ദുആ ചെയ്യുന്നത്, റബ്ബി ഹബിലി ദുർരിയതൻ സ്വാലിഹ, പടച്ചവനെ എനിക്ക് നല്ല മക്കളെ നൽകണമേ അല്ലാഹ്. എന്തേ അസ്ബാബുകൾ നിനക്ക് വേണ്ടാന്ന് റബ്ബേ നീ തന്നെ കാണിച്ചെന്നല്ലോ. മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ സബബില്ലല്ലോ അവിടെ, അതുകൊണ്ട് സബബില്ലാതെ കുട്ടിനെ തരാൻ നിനക്ക് കഴിയുമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എത്രയോ ദമ്പതിമാർ മക്കളില്ലാത്തവർ, അല്ലാഹുവിற்கு കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ. മറിയം ബീവി എന്ന ആ മഹദി, ആ പ്രസവം നടക്കുന്നതിന്റെ മുമ്പാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മസ്ജിദുൽ അഖസയിലെ ഖിദ്മത്തിന് അവസരം ഉണ്ടായത്. അപ്പോ 10 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പോലും അള്ളാഹുവിന്റെ വലിയാവാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലായി. ആൺകുട്ടിക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് പോലെയല്ല കാര്യങ്ങളെ അള്ളാഹു നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഹാറൂൻ അലൈഹിസ്സലാം, 2 മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ഒന്ന് ജ്യേഷ്ഠനാണ്, ഒന്ന് അനിയനാണ്. ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത് സീനാ മരുഭൂമിയുടെ നടുവിലാണ്, സീനാ പർവ്വതത്തിന്റെ തൊട്ടടുത്ത്. മൂസാ നബി അലൈഹിസ്സലാം ആണെങ്കിലോ ജെറൂസലേമിനടുത്ത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും രണ്ടുപേരെയും ഫറോവ, ഈജിപ്തിന്റെ ക്രൂരനായ ഭരണാധികാരി റംസീസ് രണ്ടാമന്റെ മുമ്പിലേക്ക് അള്ളാഹു പറഞ്ഞേക്കുമ്പോ പടച്ച തമ്പുരാൻ മൂസ നബിയോടും ഹാറൂൻ നബിയോടും കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ കിതാബ് സുഹുദിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികളിലൂടെ കൈവരിയായി കിട്ടിയ ഇൽമാണത്. ലാ തഗുറന്നകുമാ ബസ്സതുഹു വലാ മാ മുത്തിഅ ബിഹി. മൂസ നബിയെ, ഫറോവയുടെ കൊട്ടാരം, ഫറോവയുടെ പാറാവുകാർ, ഫറോവയുടെ ഖാദിമീങ്ങൾ, ആ മനുഷ്യന്റെ സുഖസൗകര്യങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആ മനുഷ്യന്റെ വീടിന്റെ ഭംഗിയോ കൊട്ടാരത്തിന്റെ ഭംഗിയോ നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടരുത് മൂസ നബിയെ. വലാ മാ മുത്തിഅ ബിഹി, അവന്റെ ആഭരണങ്ങളോ അവന്റെ വസ്ത്രങ്ങളോ കണ്ട് അത്ഭുതപ്പെടരുത്. വലാ തമുദ്ദാനി ഇലാ ദാലിക അയ്യുനകുമാ, പടച്ചവനെ നിന്റെ ശത്രുവിന് ഇതൊക്കെ നീ കൊടുത്തല്ലേ, ഇത്രയൊക്കെ സൗകര്യങ്ങളോ നോക്കിപ്പോവരുത് മൂസ നബിയെ, ഹാറൂൻ നബിയെ. ഫഇന്നഹാ സഹറത്തുദ് ദുനിയാ, ഇത് ഈ ലോകത്തിന്റെ ആർഭാടമാണ്. വസീനത്തുൽ മുസ്രിഫീൻ, സുഖലോലുപന്മാർക്ക് അല്ലാഹു നൽകുന്ന പരീക്ഷണമാണിത്. വഇന്നി
ലൗ ശിഅ്തു അൻ നുസയ്യിനകുമാ മിനദ് ദുനിയാ ബിസീനത്തിൻ യഅലമു ഫിർഔൻ ഹത്താ യൻദുറ ഇലൈഹാ അന്ന മഖ്ദറതുഹു അൻ മിത്ലി മാ ആതൈതുഹുമാ ഊതീതുമാ ഫഅൽത്. നിങ്ങൾക്ക് ഫറോവക്ക് നൽകപ്പെടാത്തത്, ഫറോവയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് നൽകാൻ ഞാൻ കഴിവുള്ളവൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഞാനത് നൽകാതിരിക്കുന്നത് സ്വന്തം ആടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയൻ, ആ ആടുകൾ ഏതെങ്കിലും ഒരു ഉപദ്രവകാരിയായ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് പോകാതിരിക്കാൻ, അവിടെ നല്ല പുല്ലുകളുണ്ട്, ആടുകൾക്ക് ചാടിക്കടന്ന് പോകാൻ തോന്നുന്നുമുണ്ട്, എന്നാൽ അവിടെ ചെന്നാൽ ഈ ആടുകളെ ആ പ്രദേശത്തിന്റെ ഉടമസ്ഥൻ ഉപദ്രവിച്ചേക്കും എന്ന് പേടിച്ച് സ്വന്തം ആടുകളെ പിടിച്ച് ആ ആട്ടിടയൻ പിടിച്ചു വലിക്കുന്ന പോലെ മൂസ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഞാനത് നൽകാതെ പിടിച്ചു വെക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലിയസ്തക്മിലൂ നസീബഹും മിൻ കറാമതി സാലിമൻ മൗഫൂറാ. നാളെ പരലോകത്ത് ഇതിനൊക്കെ പകരം അള്ളാഹു നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം പരിപൂർണമായി ഏറ്റെടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. അതുകൊണ്ട് അവർക്കുള്ളത് കണ്ടുകൊണ്ട് നിങ്ങൾക്കത് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കരുത് മൂസ നബിയെ, ഹാറൂൻ നബിയെ. അള്ളാഹുവിന്റെ ഉപദേശമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ജീവിക്കുന്നത് ഈ ലോകത്തിനിടയിലാണ്. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അവർ കാണുന്നവരാണ്. പക്ഷേ അള്ളാഹു നാളെ അവന്റെ സ്വർഗത്തിൽ നൽകാൻ പോകുന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹുവേ എനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഒരു സംഭവം പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം എന്നവരുടെ മകൻ വാപ്പയോട് ചോദിക്കുകയാണ്. നല്ലൊരു ഹിക്മത്തുള്ള ചോദ്യം. വാപ്പയാണെങ്കിലോ തത്വജ്ഞാനിയാണ്, മകനും ജ്ഞാനം നൽകപ്പെട്ട മഹാനാണ്. മഹാനായ ലുഖ്മാൻ തങ്ങളുടെ മകൻ ചോദിക്കുകയാണ്, പിതാവേ, അയ്യുൽ ഖിസ്വാലി മിനൽ ഇൻസാനി ഖൈർ. ഒരു മനുഷ്യനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അയാൾ നന്നാവുമെങ്കിൽ വാപ്പ ഏതായിരിക്കും ആ നല്ല സ്വഭാവം? മഹാനായ ലുഖ്മാൻ തങ്ങളുടെ മറുപടി, അദ്ദീൻ. ദീനുണ്ടായാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി ദീനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മുടെ മക്കള് ദീനുണ്ടെങ്കിൽ അവരെ എവിടെ വേണമെങ്കിലും പറഞ്ഞയച്ചോളൂ, ഏത് ക്യാമ്പസിലും പോയി പഠിച്ചോട്ടെ, ഏത് തെരുവിലും അവർക്ക് ഇറങ്ങാം, അവർ വഴി തെറ്റൂല. അവർക്ക് ദീനുണ്ടെങ്കിൽ, ദീനുണ്ടെങ്കിൽ ഒരു മനുഷ്യനിൽ എല്ലാം ഉണ്ട് മോനെ. അപ്പൊ മോന്റെ ചോദ്യം, പാപ്പാ, രണ്ട് സ്വഭാവം ഒരു മനുഷ്യൻ ഉണ്ടാകുമെങ്കിൽ ആ രണ്ട് സ്വഭാവം ഏതൊക്കെയാണ്? അദ്ദീനു വൽ മാൽ. ഒന്ന് ദീനാണ്, മറ്റേത് സമ്പത്താണ്. അങ്ങനെയുണ്ട്. സമ്പത്ത്, നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ അള്ളാഹു നല്ല സമ്പത്ത് കൊടുക്കുന്നത്, ഹലാലായ സമ്പത്ത് കൊടുക്കുന്നത് എത്ര നല്ലതാണ്. കാരണം ആ മനുഷ്യനത് നന്മയ്ക്ക് ചെലവഴിക്കും, ആ മനുഷ്യനത് നല്ല പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കും. മഹാനായ ഉസ്താദിന്റെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഇരിപ്പിടം, നിങ്ങൾക്ക് ചായ കൊണ്ടുവരുന്നു. ഇവിടെ ഈ സൗണ്ടും പന്തലും സൗകര്യങ്ങളും അന്നദാനവും ഇതൊക്കെ നടക്കണമെങ്കിൽ പൈസ വേണ്ടേ? സ്വാലിഹീങ്ങളായ ആളുകളുടെ കയ്യിൽ അള്ളാഹു അത് കൊടുത്തത് കൊണ്ടല്ലേ മുഅ്മിനീങ്ങൾക്ക് അത്തരം ഖിദ്മത്തുകൾ ചെയ്യാൻ അവസരമുണ്ടായത്. അതുകൊണ്ട് നിഅമൽ മാലു സ്വാലിഹ്, ദീനും സമ്പത്തും ഒരുമിച്ച് വേണം. സമ്പത്തുണ്ട്, ദീനില്ല, അപകടമാണ്. മോൻ ചോദിച്ചുപ്പാ, ഒരു മനുഷ്യനിൽ 3 ഗുണമുണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെയാവണം അത്? ആദ്യം 1 വേണമെന്ന് പറഞ്ഞു, അപ്പൊ ദീനാണ്. 2 എണ്ണാണെങ്കിലോ ദീനും സമ്പത്തുമാണ്. 3 എണ്ണമാണെങ്കിലോ ദീനും സമ്പത്തും. പിന്നെ പറഞ്ഞ 3ാമത്തേത് അൽ ഹയാ. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്, നാണം. എന്ത് നാണം? ഹയാ എന്ന് പറയുന്നത് ഒരു തിന്മ ചെയ്യാൻ നമ്മെ തടഞ്ഞു നിർത്തുന്ന നാണത്തിനാണ് ശറഇൽ ഹയാ എന്ന് പറയാം. എന്നല്ല നാണം കുണുങ്ങിയായി നടക്കുന്നതിനല്ല ശരിക്കും നാണെന്ന് പറയുന്നത്. ഹയാ എന്ന് പറയുന്നത് ഖുലുഖുൻ യബ്അസുൽ അബ്ദ അലാ തർക്കിൽ മആസി. ഒരു തിന്മ ചെയ്യാതെ ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന സ്വഭാവത്തിനാണ് നാണെന്ന് പറയാം. നിനക്ക് നാണല്ലടോ എന്ന് പറയുമ്പോ
അവൻ നാണം കുടുങ്ങിയായി ജീവിക്കണം എന്നല്ല പറഞ്ഞത്. അവൻ തിന്മ ചെയ്യാതിരിക്കുന്ന സ്വഭാവത്തിലേക്ക് ഉയരണം എന്നതാണ്. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ വണ്ടർഫുൾ. അപ്പൊ മോൻ ചോദിച്ചുപ്പാ ഒരു 4 സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടാവാമെങ്കിൽ ആ 4ാമത്തേത് എന്തായിരിക്കും? 4ാമത്തേത് മഹാൻ പറഞ്ഞു, 1 ദീന്, 2 സമ്പത്ത്, 3 നാണം, 4ാമത്തേത് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം വേണം. നല്ല ഉമ്മയാണ്, നല്ല ഉപ്പയാണ്, നല്ല പെങ്ങളാണ്, നല്ല സഹോദരിയാണ്, ഒരു നല്ല പെണ്ണാണ്, ഒരു നല്ല പുരുഷനാണ്, ഒരു നല്ല വാപ്പയാണ്, ഒരു നല്ല സഹോദരനാണ്, സ്വഭാവം കൊണ്ട് നല്ല ആളാണ് എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ കഴിയണം. അപ്പൊ മോൻ ചോദിച്ചോ ഒന്നുകൂടെ ഉപ്പ 5 എണ്ണമാണെങ്കിലോ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ മറുപടി, ദീന്, സമ്പത്ത്, നാണം, സൽസ്വഭാവം, പിന്നെ 5ാമത്തേത് അസ്സഖാ, ദാനശീലമുണ്ടാവണം, ദാനശീലമുണ്ടാവണം. 5 എണ്ണം പറഞ്ഞപ്പോ മോന് പിന്നെ ചോദിച്ചു ഉപ്പ 6 എണ്ണമാണെങ്കിൽ എന്താ? അപ്പൊ പറഞ്ഞു, മോനെ യാ വലദീ ഇദാ ജതമഅത ഫീഹിൽ ഖംസു ഫഹുവ തഖിയ്യുൻ നഖിയ്യുൻ ലില്ലാഹി വലിയ്യുൻ വമിനശ് ശൈത്വാനി ബരീഅ. മോനെ, ഈ 5 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ മുത്തഖിയാണ്, അയാൾ ശുദ്ധനാണ്. ലില്ലാഹി വലിയുൻ, അള്ളാന്റെ വലിയാണ്. വമിനശ് ശൈത്വാനി ബരീഉൻ, പിശാചിൽ നിന്ന് അയാൾ മോചിതനാണ്. ഈ 5 എണ്ണം പോരെ? എന്തിനാണ് 6ാമത്തേത്? 1 ദീന്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീന് നൽകട്ടെ. അവർക്ക് ദീൻ നൽകാനുള്ള അവസരം അള്ളാഹു നമുക്കും നൽകട്ടെ. അവരിൽ ദീന് വേണം, പിന്നെ ഹലാലായ സമ്പാദ്യം വേണം, നാണം വേണം, സൽ സ്വഭാവം വേണം, ദാനം ചെയ്യാനുള്ള ദാനശീലവും സഹാവും അവരിൽ ഉണ്ടാവണം. ഈ 5 ഗുണങ്ങൾ ഉണ്ടായാൽ ലില്ലാഹി വലിയുൻ, അവർ അല്ലാഹുവിന്റെ വലിയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എത്രയാണ് ദാനം ചെയ്തത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലൈനുൽ ഉസ്താദ് ശമ്പളം വാങ്ങിക്കുന്ന ജോലി ചെയ്യുന്നത് മുഴുവൻ വീട്ടിലേക്ക് പോലും ചെലവിനയക്കാതെ മഹാനായ ഉസ്താദ് അവറുകൾ അവിടെ വിസിറ്റിന് വരുന്ന ഉസ്താദുമാർക്ക്, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുത്തിരുന്ന സമയത്ത് വീട്ടിലേക്ക് ചെലവിന് നിർബന്ധമായും എത്തിക്കണം എന്ന ഒരു തീരുമാനം അവിടുത്തെ നമ്മുടെ മൊയ്തീൻകുട്ടി ഹാജി അടക്കമുള്ള ആളുകൾ, അങ്ങനെയാണ് ഉസ്താദിന്റെ മക്കളെ ആ വിഷയത്തിലേക്ക് ഇടപെടിക്കുന്നത്. എന്തേ? ആ കിട്ടുന്നത് മുഴുവൻ മഹാനം കൊടുത്തേക്കും. സഹാ, ദാനശീലം. ലില്ലാഹി വലിയുൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ദാനശീലമുള്ളവരാണ്. മിൻ സിഫാത്തിൽ ഔലിയാഇ സലാസ്, മഹാനായ അബൂ അംർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്വഭാവം 3 എണ്ണമാണ്. നമ്മളിത് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്നതിൽ ഏതൊക്കെ ഭാഗങ്ങൾ അവരിൽ നമ്മൾ കാണുന്നു ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. ഈ സ്വഭാവങ്ങളിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ സജ്ജനങ്ങളായ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മിൻ സിഫാത്തിൽ ഔലിയാഇ സലാഹ് അർറുജൂഉ ഇലല്ലാഹി ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വിഷയത്തിലും അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. എന്തൊരു വിഷയമുണ്ടോ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം, ഒരു ദാനം ചെയ്ത് ദുആ ചെയ്യാം, ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യാം. ഇങ്ങനെ അവർ പറയാം. വൽഫഖ്റു ഇലല്ലാഹി ഫീ കുല്ലി ഷൈഇൻ, എല്ലാ ആവലാദികളും വേവലാദികളും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കുന്നവരാണ്. വസ്സിഖതു ബില്ലാഹി ഫീ കുല്ലി ഷൈ, എല്ലാ വിഷയത്തിലും അവർ അല്ലാഹുവിൽ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നവരാണ്. ഫത്ഹുൽ ഫത്താഹ് നമ്മുടെ ഈ സ്ഥാപനം അല്ലാഹുവിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ ജീവിതകാലത്ത് തുടങ്ങി വെച്ച സംഭവം, മഹാബഹുമാനപ്പെട്ട ഹംസ ഹാജി അടക്കമുള്ള ആളുകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി സേവനം ചെയ്ത പ്രവാസികളും നാട്ടിലും ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, അള്ളാഹു നീ അവർക്കൊക്കെ ഖൈറ് ചെയ്യണേ പടച്ചവനെ. ഉസ്താദിന്റെ ഒരു ആത്മവിശ്വാസം അതങ്ങ് വിജയിക്കും, അത് അള്ളാഹു വിജയിപ്പിച്ചു തരും. ആ ഒരു വാക്ക്, ആ ഒരു ആത്മവിശ്വാസം, സിഖത്തു ബില്ലാഹ്, ഏതൊരു വിഷയം വന്നാലും ഇൻഷാ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, അതങ്ങ് റാഹത്താകും, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അസ്തിഖത്തു ബില്ലാഹ്. അള്ളാഹുവിലേക്കാണ് നമ്മുടെ ദാരിദ്ര്യം, പടച്ചവനോടാണ് നമ്മുടെ ദാരിദ്ര്യം നമ്മൾ പറയാ. അർറുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, പടച്ചവനിലേക്ക്, എപ്പോഴും റബ്ബിലേക്ക്, മുഅ്മിനീങ്ങളുടെ ഇബാദുകളുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക.
ഈ 3 സ്വഭാവങ്ങൾ ഔലിയാക്കളുടെ സ്വഭാവമാണെന്ന് അബൂ അംർ റാസി എന്ന അള്ളാഹുവിൻ്റെ വലിയും ആരിഫുമായിരുന്ന മഹാൻ സൂചിപ്പിക്കുകയാണ്. ഇത് മുഅ്മിനീങ്ങൾ തിരിച്ചറിയണം. വലിയുല്ലാഹ് ഇദാ സാദഹു സലാസതു അഷ്യാ സാദ മിൻഹു സലാസതു അഷ്യാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ 3 സ്വഭാവങ്ങൾ ഉണ്ടായാൽ അതിനെ തുടർന്ന് 3 സ്വഭാവങ്ങൾ വേറെയുണ്ടാകും. എന്താണത്? ഇദാ സാദ ജാഹുഹു സാദ തവാദുഉ. അവർക്ക് അല്ലാഹു സ്ഥാനം ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നു, ഒരുപാട് ആളുകൾ അവരെ സന്ദർശിക്കുന്നു, ഒരുപാട് ആളുകൾ അവരുടെ മജ്‌ലിസിൽ വന്നിരിക്കുന്നു. അതൊക്കെ ജാഹ് വർദ്ധിക്കാൻ. അങ്ങനെ വരുമ്പോ സാദ തവാദുഉഹു, അവരുടെ വിനയവും അതിനോടൊപ്പം വർദ്ധിക്കും. അങ്ങനെയാണ് ഔലിയാക്കന്മാർ. ആളുകളുടെ എണ്ണം കൂടുമ്പോ അവര് പൊന്തം വിടൂല, അവര് വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും, ഭൂമിയോളം താഴും. അറിയാമല്ലോ, മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് നമ്മളിത് കണ്ടതാണ്. മഹാൻ സ്റ്റേജിൽ ഇരിക്കാറില്ല, ഉണ്ടെങ്കിൽ തന്നെ പായ് വിരിച്ച് പടിഞ്ഞേ ഇരിക്കുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ടേബിളിൽ ഇരുന്ന് ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ടില്ല. ടേബിളിൽ ഇരിക്കൽ ഹറാമായതുകൊണ്ടല്ല, ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഉണ്ടായിട്ടുമല്ല. പക്ഷേ തവാദുഇന്റെ രീതിയും സ്വഭാവവും നിലത്തിരുന്ന് കഴിക്കലാണ്. അതുകൊണ്ട് മഹാൻ അത് ഇഷ്ടപ്പെട്ടു. സാദ തവാദുഉ, സ്ഥാനമാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവരുടെ വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇദാ സാദ മാലുഹു സാദ സഖാഉ, സമ്പത്ത് കൈകളിലേക്ക് വരുന്നത് കൂടിയാൽ ഒരുപാട് ആളുകൾ വന്ന് സംഭാവന ചെയ്യാൻ. സാദ സഖാഉ, ദാനശീലവും കൂടും അതിൻ്റെ കൂടെ. മൂന്നാമത്തേത് വഇദാ സാദ ഉംറുഹു സാദ ഇജ്തിഹാദു, പ്രായം കൂടുന്നതിനനുസരിച്ച് ഇബാദത്തിലുള്ള ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ 3 ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് മുഹമ്മദ് ബിൻ അബീ വർദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ 3 കാര്യം വർദ്ധിക്കുമ്പോൾ 3 സ്വഭാവം അവരിൽ വർദ്ധിക്കും. ഒന്ന്, അവരുടെ പൊലിമയും സ്ഥാനവും അള്ളാഹു ഉയർത്തുമ്പോൾ അവരുടെ വിനയവും അതോടൊപ്പം ഉയരും. സമ്പത്ത് അല്ലാഹു കൊടുക്കുമ്പോൾ അവരുടെ ദാനശീലം വർദ്ധിക്കും. ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമ്പോൾ ഇബാദത്തിന് ഉത്സാഹം വർദ്ധിച്ചു കൊണ്ടിരിക്കും. മഹാനായ ഔലിയാക്കളുടെ നേതാക്കൾ അറിയപ്പെടുന്ന ലോകം കണ്ട പ്രഗത്ഭനായ ആരിഫു ബില്ലാഹ് മഹാനായ മഅറൂഫ് അൽ ഖർഖി അൽ ബൽഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ മഅറൂഫ് അൽ ഖർഖിയോട് മുസ്തജാബ് ദഅവയായിരുന്ന മഹാൻ, പടച്ചവനെ മഴ വേണമെന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും, ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന മഹാനാണ് മഅറൂഫ് അൽ ഖർഖി തങ്ങൾ. മഹാനോട് ചോദിച്ചു, മാ അലാമത്തുൽ ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും അടയാളമുണ്ടോ? ഉണ്ട്. സലാസത്തുൻ, 3 അടയാളങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരയാൻ കഴിയും. ഹുമൂമുഹും ലില്ലാഹ്, അവരുടെ ചിന്തകൾ അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. വശുഗുലുഹും ഫീഹി, അവർ ചെയ്യുന്ന പ്രവൃത്തികളും അല്ലാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. വഫിറാറുഹും ഇലൈഹി, അവരുടെ ഓട്ടവും അല്ലാഹുവിലേക്കുള്ള ഓട്ടം മാത്രമാണ്. അവരോടുന്നത് അല്ലാഹുവിലേക്ക്, പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, അവരുടെ ചിന്തകൾ അല്ലാഹുവിനെ കുറിച്ച് മാത്രം. ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, മഹാനായ ഷാഹുൽ കർമാനി റഹിമഹുല്ലാഹ്, ലിഅഹ്ലിൽ ഫദ്ലി ഫദ്ലുൻ മാ ലം യറൗഹു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹു ബഹുമാനിച്ച ആളുകൾ അവരാരാണെന്നറിയുമോ? അവരല്ലാഹു ബഹുമാനിച്ചവരാണ്. അവരെ പറ്റി അത് വിചാരിക്കാത്ത കാലത്തോളം ഫഇദാ റഅൗഹു ഫലാ ഫദ്ല ലഹും, അവരായിട്ട് അവർക്ക് തോന്നിയാൽ ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്നവർക്ക് തോന്നിയാൽ ഫലാ ഫദ്ല ലഹും, അവർക്ക് ഒരു ഫദ്ലുമില്ല എന്ന് മഹാനായ ഷാഹുൽ കർമാനി റഹ്മഹുല്ലാഹ്. വലിഅഹ്ലിൽ വിലായത്തി വിലായത്തുൻ മാ ലം യറൗഹാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഔലിയാക്കന്മാരാണ് എപ്പെന്നറിയോ? അവർ ഔലിയാക്കളാണ് എന്ന് അവര് വിചാരിക്കാത്ത കാലത്തോളം അവർക്ക് തോന്നിപ്പോയി ഞങ്ങൾ അല്ലാഹുവിന്റെ വലിയാണ്. ഫഇദാ റഔഹാ ഫലാ വിലായത ലഹും, അവരെ ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് എന്ന് അവരെ പറ്റി വിചാരിക്കാൻ തുടങ്ങിയാൽ ഫലാ വിലായത ലഹും, അവർ അല്ലാഹുവിന്റെ വലിയുകളല്ല എന്ന് മഹാനായ ഷാഹുൽ ഖർമാനി റഹ്മഹുല്ലാഹ്. ഇവരൊക്കെ ഈ പറയുന്നത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ദീനിന്റെ നെടുന്തൂണുകളായ ഔലിയാക്കന്മാരാരാണ്, സത്യസന്ധരാരാണ്, അല്ലാത്തവരാരാണ്, ഇത് വേർതിരിച്ച് ഉമ്മത്തിന് മനസ്സിലാവണം.
ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ ദീൻ പ്രചരിച്ച പോലെ ലോകത്ത് ഒരു ദാഴിക്കും ഒരു വാള് പറയുന്ന ഒരാൾക്കും ദീന് ദഅവത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ്. ഔലിയാക്കളാണ് ദീനിന് ഏറ്റവും കൂടുതൽ ദഅവത്ത് ചെയ്തത്. അവരുടെ ഉസ്ലൂബ് കൊണ്ട്, അവരുടെ സ്വംത്ത് കൊണ്ട്, അവരുടെ മൗനം കൊണ്ട്, അവരുടെ മജ്ലിസ് കൊണ്ട്, അവരുടെ ദിക്റിലൂടെ, അവരുടെ സ്പർശങ്ങളിലൂടെ, അവരുടെ ലഹ്ലുകളിലൂടെ, നോട്ടങ്ങളിലൂടെ അവർ ചെയ്ത ദഅവത്ത് വലുതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നത് മഹാനായ അജ്മീർ ശൈഖ് തങ്ങളുടെ ദഅവത്തിലൂടെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ ഈ നമ്മുടെ നാടിൽ ഇന്ത്യയിൽ ഉണ്ടായത് മഹാനായ അജ്മീർ ശൈഖ് തങ്ങളിലൂടെയാണ്. മഹാനായ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറ, ആ മഹാന്റെ ദഅവത്തിലൂടെ ഒരു വലിയാണവര്, ഔലിയാക്കന്മാരിൽ മഹോന്നതരാണ്. മഹാനവറുകളുടെ ലഹ്ദിലൂടെ, നോട്ടത്തിലൂടെ ദഅവത്ത് കിട്ടിയ ആളുകൾ, ഹിദായത്ത് ലഭിച്ച ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ്. അതുകൊണ്ട് ഔലിയാക്കന്മാർ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അവരാരാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ചില അടയാളങ്ങളാണ് മഹത്തുക്കളി പറഞ്ഞിരുന്നത്. മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് മഹാനവറുകളോട് ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഔലിയാക്കന്മാരെ എങ്ങനെ തിരിച്ചറിയാം? അവരൊക്കെ ജീവിച്ചത് ഖൈറുൽ ഖുറൂനിന്റെ തൊട്ടുടനെയാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും നല്ല സമുദായം കഴിഞ്ഞു പോയ ഉടനെയാണ്. അവരോടാ ചോദിക്കുന്നത്, എങ്ങനെയാ ഔലിയാക്കന്മാരെ തിരിച്ചറിയാ? മഹാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ബിലുതുഫി ലിസാനിഹിം, അവരുടെ നാവ് വളരെ ശുദ്ധമാണ്. അവരാരെയും കുറ്റം പറയൂല, അവരാരെയും പരിഹസിക്കൂല, അവരാരെയും ചീത്ത വിളിക്കൂല. അവർ സൗമ്യരാണ്. വഹുസ്നി അഖ്ലാഖിഹിം, അവരുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. വബശാശതി വുജൂഹിഹിം, അവരെപ്പോഴും മുഖം സന്തോഷമുള്ളവരാണ്. അവരുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടായിരിക്കും. വസഖാവതി അൻഫുസിഹിം, എല്ലാവർക്കും കൊടുക്കുന്നവരാണ്. ഇത് പറയുമ്പോ മഹാനായ ഉസ്താദ് ഒരു വലിയ തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന്, ഏത് ഭക്ഷണമാണെങ്കിലും അതിൽ നെയ്ച്ചോറുണ്ട്, സാധാരണ ചോറുണ്ട്, ബിരിയാണി ഉണ്ടാവും, എന്തുണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിൽ 10-15 ആളുകൾ ഒരുമിച്ചിരുന്ന് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അനുഭവമില്ലാത്ത ആളുകൾ ഈ സദസ്സിൽ കുറവായിരിക്കും, പുരുഷന്മാരിൽ അല്ലേ? എനിക്ക് ഒരുപാട് അവസരം ഉണ്ടായി, നിങ്ങൾക്കും അവസരം ഉണ്ടായിട്ടുണ്ടാവും. മഹാനായ ഉസ്താദ് എന്താ ചെയ്യല്? നിങ്ങൾ കഴിപ്പിക്കാനാ ചെയ്യുക. സഹാബത്തു അൻഫുസിഹിം, ആ ഒരു ഉദാരശീലം നിങ്ങൾ കഴിക്കിൻ, ഓരോരുത്തരെയും കഴിപ്പിക്കാൻ വന്നിരിക്കിൻ. അവർ ഭക്ഷണം കഴിച്ചോ, അവർക്ക് കൊടുത്തോ, അവർക്ക് കഴിച്ചോ, അവിടെ തേഞ്ഞിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും വേണോ, ഇങ്ങനെ കൂടെയുള്ള ആളുകളെ കഴിപ്പിക്കുന്ന ശീലം ഇത് ഔലിയാഇന്റെ സ്വഭാവമാണ്. സഹാബത്തു അൻഫുസിഹിം വഖില്ലത്തി ഇഅ്തിറാദിഹിം വഖബൂൽ ഉദ്രി മൻ ഇഅ്തദറ ഇലൈഹിം, അവര് ആരെങ്കിലും അവരോടൊരു ഉപദ്രവം ചെയ്ത്, സാദേ മാപ്പാക്കണേ, പുറത്തു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് പറയുന്നതോടുകൂടെ അതിന്റെ മുമ്പ് തന്നെ അവര് പൊരുത്തപ്പെട്ടിരിക്കും. അവര് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. ഔലിയാക്കളുടെ സ്വഭാവമാണത്. അവരാരും കുരുത്തക്കേട് കൊടുക്കൂല. എങ്ങനെ മാപ്പ് ചെയ്യാ മാപ്പ് തന്നിരിക്കുന്നു. അല്ലാത്തവരാണ് പേടിപ്പിക്കുക. കുരുത്തക്കേട് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നശിച്ചു പോകും, അവൻ നാറിപ്പോകും, അവന് അങ്ങനെയായി പോകും, അവന്റെ മരണം ഇങ്ങനെയാവും. ഇത് ശുദ്ധരായ ഔലിയാക്കന്മാർ പറയൂല. ഫേക്കുകളാണത് പറയുള്ളൂ. ഒറിജിനൽ ഔലിയാക്കന്മാരത് പറയൂല. അവർക്കത് പറയാൻ കഴിയില്ല. കാരണം എന്തെന്നറിയോ? അർഹമു ഖൽഖില്ലാഹി ബിഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹിന്റെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവർ അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണ്. ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു മനുഷ്യനെങ്കിലും ദുഷിച്ചു പോകട്ടെ എന്നോ, ഒരു മനുഷ്യനെങ്കിലും ഹുസ്നുൽ ഖാത്തിമത്തില്ലാതെ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളുകളുണ്ട്. കൂളായിട്ട് പറയും. എന്തെങ്കിലും ആളുകൾ അവരെ എതിർത്ത് പറയാണ്, ഉടനെ പറയുന്ന വാക്കതാ, അവര് കലിമ ചൊല്ലാതെയായിരിക്കും മരിക്കാൻ. ഇത് നിങ്ങൾക്ക് പറയാൻ ആരധികാരം തന്നു? ആരതിനധികാരം തന്നു? അങ്ങനെ സംഭവമില്ല. അത് അള്ളാഹുവിന്റെ മാത്രം ഹക്കായ വിഷയമാണ്. പടച്ചവന് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയമാണ്. ഇവരാദ്യം കൊടുക്കുക കുരുത്തക്കേടാ. അവര് കുരുത്തക്കേടിലായിരിക്കും മരിക്കുക, അവര് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, അവന് നാശം വരും, അവന്റെ ബിസിനസ് പൊളിയും. ഇതൊന്നും അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു വലിയ പറയൂല. എന്റെ കാരണം എന്നറിയോ? തമാമു ശഫഖ അലാ ജമീഇൽ ഖലായിഖി ബർരിഹിം വഫാജിരിഹിം. മഹാനായ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ഈ വാക്കിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. തമാമു ശഫഖതി അലാ ജമീഇൽ ഖലായിഖ്, അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും അവർക്ക് കരുണയുണ്ടാവുക. എല്ലാ സൃഷ്ടികളോടും. ആരോടൊക്കെ? ആ മജ്ലിസിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ? തനിക്ക് ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമാണോ? അല്ല,
ബർരിഹിം വഫാജിരിഹിം, ജനങ്ങളിലെ നല്ലവർക്കും ജനങ്ങളിലെ മോശപ്പെട്ട് നടക്കുന്ന ആളുകൾക്കും അവരുടെ കരുണയുണ്ടാകും. എങ്ങനെ? അവര് നന്നാവണേ, പടച്ചോനെ അവർക്ക് ഹിദായത്ത് കൊടുക്കണമേ, അള്ളാഹു അവരെ നന്നാക്കി കൊടുക്കണമേ എന്ന് ഈ മനുഷ്യരിലെ മുഅ്മിനീങ്ങൾക്കും ഫാജിരീങ്ങൾക്കും വരെ ദുആ ചെയ്യുന്ന വിശാല മനസ്കതയുള്ള ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ഔലിയാഇന്റെ കൈപിടിക്കാൻ, അവരുടെ കൂടെ ജീവിക്കാൻ, അവരുടെ മഹബ്ബത്തും അവരുടെ ഷഫഖത്തും കിട്ടി നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അബുൽ ഹസനുഷ് അൽ ബുഷൻജി റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങളെ 3 വിഭാഗമാക്കി തിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഔലിയാക്കളാണ്, മറ്റൊന്ന് ഉലമാ ആണ്, ഇത് രണ്ടും കഴിഞ്ഞ പിന്നെ ജാഹിലീങ്ങളാണ്. ഈ 3 വിഭാഗങ്ങളെ ജനങ്ങളിലുള്ളൂ എന്ന് മഹാനായ അബുൽ ഹസൻ അൽ ബുഷൻജി റഹ്മത്തുള്ളാഹി അലൈഹി, അന്നാസു അലാ 3 മനാസിൽ, ജനങ്ങള് 3 വിഭാഗമാണ്. ഒന്ന് അൽ ഔലിയാ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളും ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ വലിയത്തുകളുണ്ട്. ആരാണ് ഔലിയാക്കന്മാർ? വഹുമുല്ലദീന ബാതിനുഹും അഫ്ളലു മിൻ ളാഹിരിഹിം. നമ്മൾ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്